എന്റെ പൊന്ന് സ്ലൈഡേ, നീ എന്നെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മസാജ് ചെയ്ത് ഞാനൊരു വഴിയായേനെ. കാലിൽ കുത്തി നോവിച്ചിട്ട് കിടക്കുന്ന കിടപ്പുണ്ടില്ലേ, ഒരു ചവിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടത്. ഇനി മേലിൽ കാല് മസാജ് ചെയ്യാനെന്നും പറഞ്ഞ് എന്നെ വിളിക്കില്ല. രക്ഷപ്പെട്ടു. നീ എന്തിനാ വന്നത്? പോ. അവനേഷ്, ഞാൻ പറയട്ടെ പ്രിയ, ഞാനത് പറയട്ടെ. നീ പോവാൻ. പ്രിയ, പ്രിയ, അവനേഷ്, പ്രിയ. നീ പോ. എന്തു പറ്റി? നിനക്ക് എന്തു പറ്റി പ്രിയ? അവനാഷ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്തിനാ വാതിലടച്ചെന്ന് പറ. പഴയതുപോലെ നമ്മുടെ ബന്ധം തുടരാൻ എനിക്കിനി പറ്റില്ല. നീ ഇന്ന് പോയി. എന്തുകൊണ്ട് സാധിക്കില്ല? നീ എന്റെയാ പ്രിയ. ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ ഇന്ന് പോയേ. ഇല്ല, പറ. നീ എന്തിനാ എന്നിൽ അകലാൻ ശ്രമിക്കുന്നത്? നമുക്കിടയിൽ ഒരു മതിലുണ്ടാക്കി നമ്മളെ അകറ്റാൻ ശ്രമിച്ചിരുന്നത് നിന്റെ ചേച്ചിയാ. അവരിപ്പോ നമുക്കിടയിലില്ല. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരെയും പേടിക്കാതെ നമുക്കിപ്പോ ജീവിക്കാൻ സാധിക്കും. പിന്നെന്തിനാ നമുക്കിടയിൽ വാതിലടയ്ക്കുന്നത്? പ്രിയ, എനിക്കിതൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ മുതൽ ഞാൻ നിന്നെ വിളിക്കുന്നു, നീ ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നീ ഇങ്ങനെ തന്നെ പെരുമാറി. ഇപ്പോ എനിക്ക് മുന്നിൽ നീ വാതിലടയ്ക്കാനും ശ്രമിച്ചു. എനിക്കറിയണം എന്തിനാ നീ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. എന്റെ ചേച്ചി അനുഭവിക്കുന്ന ദുരിതത്തിന് ഞാനും കൂടെ കാരണമായതുകൊണ്ട്. എന്റെ ചേച്ചി ആ ഹിറ്റ്ലറുടെ തലയിൽ വെച്ച് കെട്ടാൻ നീ നടത്തിയ നാടകത്തില് ഞാനും കൂടെ ഒരു ഭാഗമായി പോയതുകൊണ്ട്. എങ്ങനെ? അല്ല, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? അവിനാഷ്, എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം മുഴുവനും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. ഒടുവില് ഞാൻ തന്നെ ഒരു നിഗമനത്തിലെത്തി. അത് ഉറപ്പാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ നിന്റെ നാവിൻ തുമ്പിൽ നിന്ന് എനിക്കതറിയണം. ആ കല്യാണ ദിവസം എന്നെ കിഡ്നാപ്പ് ചെയ്ത് നീയല്ലേ? പറയാ അവിനാഷ്. ഇപ്പൊ നീ എന്നെ മുഖത്തൂക്കി പറഞ്ഞില്ലേ നീ എന്നെ ജീവനത്തിലും സ്നേഹിക്കുന്നു. അതിലല്പമെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എനിക്കറിയണം സംഭവിച്ചത് എന്താണെന്ന്. എന്താ നിനക്കൊരു മൗനം? പറയാൻ സാധിക്കുന്നില്ലേ? നിന്നോട് തന്നെ ഞാൻ ഈ കാര്യം ആദ്യം പറയണമെന്ന് കരുതിയതാ. പക്ഷെ പറഞ്ഞ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയാം. എനിക്ക് ഈ ലോകത്ത് ഇപ്പൊ മറക്കാൻ പറ്റാത്തതായി ഒന്നേ ഉള്ളൂ, നിന്റെ സ്നേഹം. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാ ചെയ്തത്. ഇനി ഞാൻ പറയുന്ന പോലെ നീ ചെയ്തില്ലെങ്കിൽ ഇവളെ ഞാൻ കഴുത്തു മുറിച്ചങ്ങ് കൊല്ലും. അവനാശ്, നീ പക്ഷെ പ്രിയ, ഒന്ന് നീ മനസ്സിലാക്കണം. സ്വർഗതുല്യമായ സൗഭാഗ്യമുള്ളൊരു ജീവിതമാ അവിടെ നിന്റെ ചേച്ചിക്ക് കിട്ടിയത്. ആ ഡീക്കയുടെ കൂടെയോ? അയാളെ പോലൊരു ഭ്രാന്തന്റെ കൂടെ എന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ കൂട്ടു നിന്നവനാ നീ. അതിനുവേണ്ടി നീ നടത്തിയ നാടകം മാപ്പർഹിക്കുന്നതല്ല അവിനാശ്. സ്വർഗതുല്യമായ ജീവിതം പോലും ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം ഒരായുസ് മുഴുവൻ അടിമയെ പോലെ ജീവിക്കുന്നതാണോ ഈ സ്വർഗതുല്യമായ ജീവിതം? അതിന് കാരണക്കാരനായ നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കണോ, സ്നേഹിക്കണോ?
ഒരിക്കലുമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിച്ചു. ഇനി നീ എന്നെ കാണാൻ വരരുത്. പൊയ്ക്കോ, ഇല്ലെങ്കിൽ നിലവിളിച്ച് ഞാൻ ആളെ കൂട്ടും. നിന്റെ മുഖംമൂടി ഇവിടെ ഇപ്പൊ അഴിഞ്ഞു വീഴും. മതി. പറഞ്ഞ് പരിധി ലംഘിക്കരുത് നീ. സ്നേഹത്തോടെയാണെങ്കിൽ ഞാൻ നിന്നെ അനുസരിക്കും. അതല്ല, നീ എന്നോട് വെറുപ്പോട് ആജ്ഞാപിച്ച എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. പ്രിയ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. നിന്റെ ചേച്ചിയാ നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്. നിന്റെ ചേച്ചിക്ക് വേണ്ടി നമ്മളെന്തിനാ ബലിയാടാവുന്നത്? എന്റെ ചേച്ചി എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേ, നീ മര്യാദയ്ക്ക് പോയേ. എന്റെ അച്ഛനും അമ്മ ഇപ്പൊ വരും. അവരുടെ ചോദ്യങ്ങൾക്ക് എനിക്കിനി മറുപടി പറയാൻ കഴിയില്ല. ഇനി അവരെയും കൂടെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അവിനാശ്. എന്തിനാ അവർ സങ്കടപ്പെടുന്നത്? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ അവർ സന്തോഷിക്കുകയല്ലേ ചെയ്യൂ. നിന്റെ അച്ഛനൊരു പാവ. നിന്റെ അമ്മയുടെ സാരിത്തുമ്പി കെട്ടിയിട്ട വെറും ഒരു പാവ. നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം വിശ്വസിക്കും. പിന്നെ നിന്റെ അമ്മ എന്നെ പോലൊരു മരുമകനെ കിട്ടാൻ എന്തും ചെയ്യും. നമുക്ക് മുന്നിൽ ഒരു തടസ്സങ്ങളും ഇനിയില്ല. എവിടെയും പോകാം. എല്ലാ സുഖങ്ങളും അനുഭവിച്ച് പറന്നു നടക്കാം. പ്രിയേ, പ്രിയേ, ആരാ ഇവൻ? അച്ഛാ, അത് പിന്നെ അതെ, ഇതെന്റെ വീടാ. ഞാനും എന്റെ ഭാര്യയും മക്കളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നൊരിടം. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? ആരടാ നീ? അങ്കിൾ, കൂൾ കൂൾ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാ അങ്കിളിന് ഈ സംശയം. ആന്റിക്കറിയാമെന്നെ. ആശാലതേ, ആരാ ഇവൻ? അത് ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാ. അന്ന് പ്രിയമോൾ ആത്മഹത്യ ശ്രമിച്ചപ്പോ കേസില്ലാതെ രക്ഷിച്ചതും ഇദ്ദേഹോ. ഗുഡ്. ആന്റിക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അങ്കിളിന് ഇപ്പൊ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി, നല്ലതുപോലെ മനസ്സിലായി. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലായില്ല. ആ സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായി. ഇപ്പൊ ആ കേസ് ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? ആര് പറഞ്ഞു കേസില്ലാന്ന്? ആ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല. അതൊരു കൊലപാതക ശ്രമമാണോ അതോ ആത്മഹത്യാ ശ്രമമാണോ എന്നൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് എനിക്കിവിടെ വരാം, കാര്യങ്ങൾ അന്വേഷിക്കാം. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ തനിച്ചുള്ളപ്പോ വനിതാ പോലീസ് ഇല്ലാതെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ വരാൻ പാടില്ലെന്ന് പോലീസ് ഓഫീസറായ നിങ്ങൾക്കറിയില്ലേ? അതും ഒഫീഷ്യൽ വാഹനമില്ലാതെ, യൂണിഫോം ഇല്ലാതെ. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങളൊരു കാര്യം ചെയ്യും. ആ കേസ് കോടതിയിലേക്ക് ചാർജ് ഷീറ്റ് കൊടുത്തോളൂ. എനിക്ക് ഇവൾ മാത്രമല്ല മകളായിട്ടുള്ളത്. ഇവളുടെ മൂത്ത ഒരു മകളുണ്ട്. അവളെ കല്യാണം കഴിച്ച ഒരു മരുമകനും ഉണ്ട്. കേട്ടിട്ടുണ്ടായിരിക്കും, DK ദേവകൃഷ്ണ. ബാക്കി കാര്യങ്ങള് ഞാൻ എന്റെ മരുമകനുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. അതല്ല, ഒരു മത്സരത്തിനാണ് നീ മുതിരുന്നതെങ്കിൽ ഒന്ന് നീ അറിയണം. ഐ ആം ദ ബോസ്. ഐ ആം ദ ബോസ്. നിന്റെ നായാട്ട് കമ്പത്തിന് ചൂട്ടുപിടിപ്പിക്കാൻ ഇനി അവളെ തേടി വന്നാൽ സർ, കൊല്ലം കുറച്ചായി ഞാനൊരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിയമവും ചട്ടമൊക്കെ കുറെ എനിക്കും അറിയാം. യോ അങ്കിൾ,
അങ്കിൾ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ ഈ വഴി പോയപ്പോ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ അനി, ഞാൻ ഇറങ്ങിക്കോട്ടെ. പ്രിയ, അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞ പോലെ. അങ്കിൾ കാണാം. വേണമെന്നില്ല. ഇനി കോടതിയിൽ വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. എന്റെ മരുമൻ അതൊക്കെ നോക്കിക്കോളും. ശരി, അപ്പൊ ഓക്കെ, കാണാം. വന്നേ. രണ്ടുപേരും ഒന്ന് ഇന്ന്. ഇയാള് മുമ്പ് ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? അത് പിന്നെ ഒരേ ഒരു തവണ കേസ് അന്വേഷിക്കാൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെന്താ എന്നോട് പറയാതിരുന്നു? അത് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ മറന്നു. പറഞ്ഞു? എപ്പോ? അന്ന് രാത്രി തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ മറന്നതായിരിക്കും. ഈ നശിച്ച മറവി രോഗം കാരണം ഒന്നും ഓർത്തിരിക്കില്ല. എന്ത് ചെയ്യാനാ? നീ വടി വാ. എന്നോട് പറഞ്ഞു? എപ്പോ? ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. പറഞ്ഞാണുമായിരിക്കും. അമ്മേ, എന്തിനാ ഈ മീറ്റിംഗ്? എന്തിനാ എല്ലാരെയും കൂടി വിളിപ്പിച്ചേ? മൈ ഡിയർ സൺ, എല്ലാവരോടും കൂടി എനിക്കൊരു അർജന്റ് മാറ്റർ പറയാനുണ്ട്. ഇവിടെ ഇപ്പോ അർജന്റായിട്ട് എന്ത് കാര്യമാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? ബേട്ടാ, നിന്റെ മാരേജ് കഴിഞ്ഞു. ഇവൾ നിന്റെ വൈഫായി ഈ വീട്ടിലും വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യണം. ഇങ്ങനെ വളഞ്ഞു പിടിക്കാതെ പറയാനുള്ളത് നേരെ ചൊവ്വേ പറഞ്ഞാ പോരെ അമ്മേ? കല്യാണം കഴിഞ്ഞാൽ ഈ തറവാട്ടിലെ ആളുകൾ തെറ്റിക്കാത്ത ഒരു പതിവുണ്ട്. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഇതുവരെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? എനിക്ക് എതിർപ്പുള്ള കാര്യം പോലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ലേ? അതുപോലെ അല്ല മോനെ, ഇത് കുലദൈവത്തെ തൊട്ടുള്ള കളിയാ. അത് ഓർമ്മ വേണം. മനസ്സിലായില്ലേ? നരസിംഹമൂർത്തി വാഴുന്ന കുടുംബക്ഷേത്രമാണ് നമ്മുടേത്. കുടുംബത്തിൽ വിവാഹം കഴിക്കുന്ന ആണുങ്ങൾ ചെയ്യേണ്ട ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളുടെ കാര്യമാ ഞാൻ പറഞ്ഞു വന്നത്. എന്ത് ചടങ്ങുകളാണ് ഞാൻ ചെയ്യേണ്ടത്? അമ്മ പറയൂ, ഞാനെല്ലാം ചെയ്യാം. ചെയ്യേണ്ട നീ ഒറ്റയ്ക്കല്ല, നിങ്ങൾ രണ്ടുപേരും കൂടിയാ. ഇവളും ഞാനും കൂടെ ഒരുമിച്ചോ? എന്നെ ചതിച്ച് വിവാഹം കഴിച്ചവളുടെ കൂടെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ച് നിങ്ങളുടെ കൂടെ ഒരു പൊങ്കാലിടാനും എനിക്കും താല്പര്യമില്ല. താങ്ക്സ്. ആ ഡിസ്റ്റൻസേ എപ്പോഴും കീപ്പ് ചെയ്യണം. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ആവാലോ. ഇത്രയും ഡിസ്റ്റൻസ് മതിയോ? പെർഫെക്റ്റ്. പക്ഷേ എപ്പോഴും വേണം. ബേട്ടാ, വാട്ട് ഈസ് ദിസ്? കുട്ടികളി നിർത്ത്. മദർ പറഞ്ഞത് ആദ്യം കേൾക്ക്, പിന്നെ വഴക്കിടാം. അമ്മ പറയേ. നീയും ജ്യോതിയും കൂടെ നരസിംഹമൂർത്തിയെ പോയി തൊഴണം. നേർച്ചകൾ നടത്തണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. വസ്ത്രദാനവും അന്നദാനവും നടത്തണം. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്താലും പോരെ? പോരാ. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോണം. മുതിർന്നവർക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങണം. പിന്നെ ജോജിയുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും പ്രത്യേകിച്ച്. സോറി അമ്മേ, ഇവിളെയും കൊണ്ട് ഞാൻ ഒരിടത്തും ഷോപ്പിങ്ങിന് പോവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അമ്മേ, അമ്മ വേണമെങ്കിൽ എന്റെ കൂടെ വരും.
നിങ്ങൾ മരുമക്കളും പോന്നോളൂ. പക്ഷേ ഇവിടെ വരണ്ട. എന്താ മൈസൻ, കൊച്ചുകുട്ടികളെ പോലെ കല്യാണം കഴിഞ്ഞ പിന്നെ മാത്രല്ല വൈഫാ എല്ലാത്തിനും കൂടെ വേണ്ടത്. ഇവള് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? കള്ളക്കല്യാണം നടത്തി വന്നവൾ. ഭാര്യ എന്ന സ്ഥാനം മാത്രം നൽകാം. പക്ഷേ യഥാർത്ഥ ഭാര്യയുടെ അംഗീകാരവും പരിഗണനയും നൽകാൻ എനിക്ക് പറ്റില്ല. ദേവാ, പറയുന്നതിനൊരു പരിധിയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ തന്നെയാ ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയായി കൂടെ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വാശിക കളഞ്ഞ് ഷോപ്പിങ്ങിന് പോകാൻ നോക്ക്. അമ്മ റെഡിയാവും. നമുക്ക് പർച്ചേസിങ്ങിന് പോവാം. പക്ഷെ ഇവിടെ വരണ്ട. അത് പറ്റില്ല. ഇവളും വരണം. ഇവിടെ വന്നാൽ ഞാൻ വരില്ല. അല്ലെങ്കിൽ അമ്മ ഇവിടെയും കൂട്ടി പോവും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, നീയും വരണം. പറ്റില്ലമ്മേ. നമ്മൾ ഒരുമിച്ച് പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ പോയി കുടുംബക്ഷേത്രത്തിലെ നേർച്ചകൾ ചെയ്യുന്നു. അത് മതി. മോനെ, പുതിയ മരുമകൾ വന്നപ്പോഴേക്കും അമ്മ ഞങ്ങളെല്ലാം മറന്നു. അതെ, എന്റെ മരുമകളെ ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. നിങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമെങ്കിലേ നിങ്ങളുടെ അമ്മായിമ്മ ദേ നിൽക്കുന്നു. ഇവള് കൊണ്ടുപോകും. ഇവളോ? കൊള്ളാം. അമ്മ തമാശ പറയാണോ? ഞങ്ങൾ ഇവളുടെ കൂടെ ഒരിക്കലും ഒരിടത്തും പോവില്ല. അമ്മയ്ക്ക് ഇവളെ മരുമകളായി കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇവളെ അമ്മായിയമ്മയെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ റെഡിയാ നിങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാൻ. നിങ്ങൾ എന്നെ അമ്മായിയമ്മയെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ എന്റെ മരുമക്കളായി തന്നെ അംഗീകരിച്ചിരിക്കുക. പോരെ? അമ്മ വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ അമ്മായി അച്ഛൻ ഇവളെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? സിത്താര ആയിരുന്നെങ്കിൽ DK അംഗീകരിച്ചേനെ, ഞങ്ങളും അനുസരിച്ചേനെ. പക്ഷേ ഇത് പറ്റില്ലമ്മ. അമ്മേ, അമ്മയെ ഞങ്ങൾ ബഹുമാനിക്കും, സ്നേഹിക്കും, അനുസരിക്കും. പക്ഷെ ഈ ബേക്കറി കാര്യം ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. DK എന്നിവളെ അംഗീകരിക്കുന്നോ അന്ന് ഞങ്ങളും അംഗീകരിക്കും. DKയുടെ തീരുമാനം തന്നെയാ ഞങ്ങളുടെയും. കഴിഞ്ഞോ എല്ലാവരുടെയും മഹത് വചനങ്ങൾ? എന്നാ ഞാൻ ഇനി എന്റെ ഒരു തീരുമാനം അങ്ങോട്ട് പറയാം. DKയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് ഞാൻ. പക്ഷെ നീയൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ തീരുമാനം അങ്ങ് മാറ്റി. അമ്മ, ഷോപ്പിങ്ങിന് ഞാനും വരുന്നുണ്ട്. അമ്മ വേഗം പോയി റെഡിയാവും. നമുക്ക് പോവാം. പിന്നെ മരുമക്കളോട് ഞാനൊരു കാര്യം പറയാം. അമ്മായിയമ്മയെ ബഹുമാനിക്കേണ്ട പാഠം നിന്നെയൊക്കെ ഞാൻ പഠിപ്പിക്കും. വേണമെങ്കിൽ 2 തല്ലിയായാലും പഠിപ്പിക്കും. കട്ടായം. സൂപ്പർ മൈ ഡോട്ടർ. നിന്റെ മരുമക്കളെ പേടിച്ചു പോയി. നീ ഒരു കാര്യം ചെയ്യ്, വേഗം റെഡിയായി ഷോപ്പിങ്ങിന് പോകാം. അയ്യോ, അത് വേണ്ടമ്മേ. ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും DKക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടിച്ചു കയറി ഞാൻ വരില്ല. അതൊന്നും സാരമില്ല. നിനക്ക് അർഹതപ്പെട്ട ആളുടെ കൂടെ തന്നെയാ നീ പോകുന്നത്. അത് നീ മറ്റൊന്നും ചിന്തിക്കണ്ട. ഞാൻ കൂടെ വരാൻ DK ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാ? അവൻ കാണാതെ കാറിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു. ചെല്ല്, വേഗം റെഡിയായിട്ട് വാ. അമ്മ, അതെങ്ങനെ ശരിയാവാ? ഗോ മൈ ഡിയർ, ഗോ. മൈ ലിറ്റിൽ കണ്ണാ, ഈ വീടൊരു വാർപ്പമ്മി ആക്കരുതേ നീ. മനസ്സിലായില്ലേ കണ്ണാ നിനക്ക്? ഇവിടെ ഒരു കുരുക്ഷേത്രത്തെ ഉണ്ടാക്കല്ലേ എന്ന്. ഒള്ളി യു ആർ മൈ രക്ഷ. കൃഷ്ണ ഗുരുവായൂരപ്പാ. DKയോടൊപ്പം ഷോപ്പിങ്ങിന് പോകുന്നതിനേക്കാൾ വലിയ ബോറൻ പരിപാടി വേറെ ഇല്ല. പക്ഷെ അമ്മയെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അമ്മയുടെ സന്തോഷം കാണുമ്പോ എനിക്ക് പേടിയാവാ.
എന്തായാലും ഒരു ദിവസം അമ്മയെ വിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. അതുവരെയെങ്കിലും ഒരു ബുദ്ധിമുട്ടും സങ്കടവും എന്നെ കൊണ്ട് അമ്മയ്ക്ക് ഉണ്ടാക്കരുത്. എന്നെങ്കിലും ഡിക്ക് ഞാനും പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഒന്നിക്കുമെന്ന പ്രതീക്ഷയില്ല ആ പാവം. പക്ഷേ എന്നെ ഇവിടുന്ന് പുറത്തു ചാടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന മരുമക്കളുടെ വാശിക്ക് മുന്നിൽ തോക്കാൻ എനിക്ക് വയ്യ.